മഹാറാണി നമ്മുടെ വേദ സിറ്റിയിലേക്ക് വരുന്നത്? എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ പിന്നെ ശിവ ഹിമാലയ മഹാറാണി വരുന്നത് കൊണ്ട് എല്ലാ സുരക്ഷകളും നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ? അതെ മന്ത്രി സാറേ, പൂക്കളുടെ ബൊക്കെയൊക്കെ കയ്യിലുണ്ട്. സെക്യൂരിറ്റി മുഴുവനും ഡ്യൂട്ടിയിലാണ്. കാരണം രാജകുമാരൻ ഷോപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ലഡ്ഡു സിംഗ്, എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. ഈ ഹിമാലയ മഹാറാണി എന്തിനാണാവോ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്? എന്റെ മന്ത്രി സാറേ, അവര് നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ കുറിച്ച് പഠിക്കാൻ വരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ലഡ്ഡു സിംഗ് എന്ന പേരുള്ള പ്രശസ്തനായ ഇൻസ്പെക്ടർ വേദ നഗരത്തിലുള്ള പല അക്രമങ്ങളെയും അടിച്ചമർത്തി നഗരം സമാധാനപരമാക്കിയെന്ന്. അവര് പ്രത്യേകിച്ചും എന്നെ കാണാൻ വേണ്ടിയാ വരുന്നത്, ഈ ലഡ്ഡു സിംഗിനെ കാണാൻ. ഓഹോ, എന്തായാലും തട്ടിവിട്ടു. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല അവരെന്തിനു വേണ്ടിയാ വരുന്നത്. വരണം വരണം, മഹാരാണിക്ക് സ്വാഗതം. വെൽക്കം. വേദ നഗരത്തിലേക്ക് മഹാറാണിക്കും പ്രിൻസിനും സ്വാഗതം. വന്നാലും. ഓഹോ, നിങ്ങൾക്ക് വളരെയധികം നന്ദി. അത് കണ്ടോ, മഹാറാണിയും പ്രിൻസും. അല്ല, നമ്മുടെ പ്രിൻസ് ശിവയെ കാണുന്നില്ലല്ലോ. ഇവ വരുന്നുണ്ടാകും. ഹലോ, ഞാനാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ എവിടെയെങ്കിലും കള്ളന്മാർ മോഷ്ടിക്കുകയാണെങ്കിൽ സത്യാണോ? അതെ അതെ, പരമസത്യാണ്. ലഡ്ഡു സിംഗ് എന്ന പേര് വെറുതെ അല്ല ഫേമസ് ആയത്. നിങ്ങൾ ഇവിടെ ഭയങ്കര സുരക്ഷിതരാണ്. നിങ്ങളുടെ ചുറ്റുപറ്റത്ത് ഒരു കിളിക്ക് പോലും പറക്കാൻ ധൈര്യം ഉണ്ടാവില്ല. ഓ, വളരെ നന്ദിയുണ്ട്. നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. എല്ലാവരും കൈ മുകളിലേക്ക് ഉയർത്തുക. മഹാറാണി സാഹിബ, നിങ്ങളും കൈ വേഗം പൊക്കിക്കോളൂ, അല്ലെങ്കിൽ ഇവന്മാർ നമ്മളെ കൊല്ലും. ആരും നിന്ന സ്ഥലത്ത് നനങ്ങിപ്പോരുത്. പ്രിൻസ് ഇന്ദ്ര, വേഗം ഞങ്ങളുടെ കൂടെ വരൂ. നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ശിവ, നീ എവിടെയാ? പെട്ടെന്ന് വാ, ഗുണ്ടകൾ പ്രിൻസിനെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരു കിളി പോലും പറക്കില്ലെന്ന്? പിന്നെ ഇതെന്താണ് നിങ്ങള്? അതിന് ഇത് കിളിയൊന്നും അല്ലല്ലോ മഹാറാണി. ഇവരൊക്കെ ഭയങ്കര ഗുണ്ടകളാണ് റാണി. ഞാൻ നേരത്തെ കിളികളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. എന്റെ പ്രിൻസിനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. പ്രിൻസ്, എന്റെ പ്രിൻസിനെ രക്ഷിക്കൂ. എന്നെ രക്ഷിക്കാൻ ആളെ എത്തിക്കഴിഞ്ഞു. പ്രിൻസിനെ വിടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം, അല്ലെങ്കിൽ നിങ്ങളിത് കേട്ടില്ലേ? ഈ കുട്ടി എന്നോട് പറയുകയാണ്, പ്രിൻസിനെ വിടുകയാണെങ്കിൽ നമ്മളെ വെറുതെ വിടുമെന്ന്. അഥവാ പ്രിൻസിനെ ഞങ്ങൾ വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും കുട്ടി? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പ്രിൻസ് ഇന്ദ്ര, വെൽക്കം ടു വേദ സിറ്റി. വേഗം മഹാരാണിന്റെ അടുത്തേക്ക് പൊക്കോളൂ, ഞാൻ ഇവരെ നോക്കിക്കോളാം. എന്തോന്നവിടെ വിളിച്ചു നോക്കുന്നേ? വേഗം ചെന്നാ കുട്ടിയെ പിടിക്കാൻ നോക്ക്. ഓടിക്കോ. ശിവ,
നീ ഭയങ്കര ധൈര്യശാലിയാണല്ലോ. ഇത്രയും ഗുണ്ടുകളെ നീ ഒറ്റക്കാണ് അടിച്ചു വീഴ്ത്തിയെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. റാണി സാഹിബ, ഇവൻ എന്റെ ശിഷ്യനാണ്. ഇവനെ ഇതൊക്കെ ഞാനാ പഠിപ്പിച്ചത്. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. വരൂ, എന്റെ ഒപ്പം ഹോട്ടലിലേക്ക് വരൂ. നമുക്ക് ഒരുപാട് സമയം സംസാരിച്ചിരിക്കാം. ഹോട്ടൽ ഒരു രസം ഉണ്ടാവില്ല. നിങ്ങൾ ഞങ്ങളുടെ ഹാങ് ഔട്ടിലൊന്ന് വന്ന് നോക്ക്. അവിടെ നമുക്ക് നല്ല രസത്തിൽ അടിച്ചു പൊളിക്കാം. ഹാങ് ഔട്ടോ? ശരി, വരാം. ആ ഹാങ് ഔട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനും ഒന്ന് കാണട്ടെ. മോം, ഞാൻ പോയിക്കോട്ടെ? ആ, തീർച്ചയായിട്ടും പോയിക്കോളൂ പ്രിൻസ്. ശിവ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പോവാം. ഞാൻ പ്രിൻസിന്റെ 4 ചുറ്റും വേണമെങ്കിൽ ടൈറ്റ് സെക്യൂരിറ്റി കൊടുക്കാം റാണി സാഹിബേ. ഒരു കിളി പോലും അങ്ങോട്ട് പറന്നു വരില്ല. ഇതിപ്പോ എന്താ അങ്ങോട്ട് കെട്ടിയെടുത്ത്? ബേടാറാം, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. മഹാറാണിയുടെ മുഖം കണ്ടിട്ട് എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു. നീ നോക്കിയേ, കണ്ണുരുട്ടി എന്നെ പേടിപ്പിക്കുന്ന ചുവന്ന റോസാപ്പൂ പോലെ ഉണ്ട്. സാറേ, എനിക്കും ഇപ്പൊ സാറിന് അത്ര വിശ്വാസമൊന്നുമില്ല. നീയൊക്കെ ഏത് നാട്ടിൽ നിന്നാടാ കെട്ടിയെടുത്ത? ഒരുവിധം ഇത്തിരി പോലും ഇല്ലാത്ത പിള്ളേരൊക്കെ എന്റെ പേര് കേട്ടാ വിറയ്ക്കും. അതറിയോ നിനക്ക്? എന്നിട്ട് കൊച്ചുകുട്ടിയാണ് നിന്നെ തലീന്ന് പറയണത്. ഇന്ന് പറയരുത് സാറേ, കുട്ടി ഇന്ന് പറയാനേ പാടില്ല. ഇതെങ്ങാനും അവൻ കേട്ടാ ഓടി വന്ന് മോന്തക്കിട്ട് കുത്തും. അവന്റെ പേര് ശിവ എന്താ? ശിവ മിടുക്കനാണ് അവൻ. എന്ത് സ്റ്റൈലായിട്ട് അവൻ ഇടിക്കുന്നതെന്ന് അറിയോ? വിശ്വസിക്കാനാവില്ല. അവൻ ഭയങ്കര ധൈര്യശാലിയാ. അവന്റെ സ്റ്റൈൽ ഒന്ന് കാണണം. കാണാനും നല്ല മിടുക്കനാ അവൻ. നിർത്താൻ. ഇത്ര വലിയ ഫാനായ ആ കുട്ടിയുടെ പറയടാ. അല്ലെങ്കിൽ അതിന്റെ ഓട്ടോഗ്രാഫ് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഒരു സെൽഫി എടുത്തോണ്ട് വാ. ഓക്കെ, താങ്ക് യു സാർ. ഞാനിപ്പോ തന്നെ ചെല്ലാം. ഇപ്പൊ ചെന്ന് അവന്റെ ഓട്ടോഗ്രാഫ് മേടിക്കാം. വാ കൂട്ടുകാരെ, നമുക്ക് പോവാം. ഓ, ഞാൻ ആ കാര്യം മറന്നു പോയതായിരുന്നു. ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവൂലെന്ന് വെച്ചാ ചെന്നിട്ട് മനസ്സിലാക്ക് പ്രിൻസ് എവിടെയാന്ന്. എന്നിട്ട് ചെല്ല്, ഒന്നുകൂടെ അവരെ പിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എന്റെ മെയിൻ ഫൈറ്റർ മങ്കി മാനെ കൂടെ കൊണ്ടുപോ. ഞാനിപ്പോ തന്നെ പോകാം ബോസ്. ഒരു പ്രാവശ്യം ആ പ്രിൻസ് എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് മഹാറാണിയുടെ കയ്യിൽ നിന്ന് കോടി കോടി പൈസകൾ ചോദിച്ചു വാങ്ങാം. ജീവിതത്തിൽ പ്രിൻസ് ഇത്രയ്ക്ക് സന്തോഷിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. രാജകൊട്ടാരത്തിൽ ഇങ്ങനത്തെ സന്തോഷങ്ങളൊന്നും കിട്ടില്ലല്ലോ, അതുകൊണ്ടാ. അങ്ങോട്ട് നോക്കിയേ, പ്രിൻസ് സൈക്കിൾ ചവിട്ടുന്നത് കണ്ടില്ലേ? കൊള്ളാം, ഈ സൈക്കിൾ ചവിട്ടാതെ തന്നെ ഓടുന്നുണ്ടല്ലോ. പിടിച്ചോളൂ പ്രിൻസ്, ഇത് പറക്കാൻ പോവുകയാണ്. ഓ, അതിശയം തന്നെ. ഞാനിതാ പറക്കുന്നു. സൈക്കിളിന്റെ മുകളിൽ നിന്ന് ഞാൻ പറക്കുകയാണ്. ശിവ, നീ ഒരു സംഭവം തന്നെയാണ്. ആ മഹാറാണി സാഹിബ പറഞ്ഞാലും ശരി, ഞങ്ങൾ ഇപ്പൊ തന്നെ പുറപ്പെടാം. പ്രിൻസ്, നമുക്ക് വീട്ടിലേക്ക് പുറപ്പെടാനുള്ള സമയമായി. റാണി സാഹിബ വിളിച്ചു വരാൻ പറഞ്ഞു. ഓക്കെ രാം സിംഗ്. ശിവ, എനിക്കിപ്പോ തന്നെ പോണം. ശിവ, ഒരു കാര്യം, 2 ദിവസം ഞങ്ങളിവിടെ താമസിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടേക്ക് തീർച്ചയായും വരാം. എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞങ്ങൾക്കും വളരെ സന്തോഷം. താങ്ക് യു രേവ, ആദി, യുഡി. നമുക്ക് വീണ്ടും കാണാം. ബൈ. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ശിവ, വേഗം നെറ്റ് സിഗ്നൽ വിളിച്ചറിയിക്ക. വേഗം നിങ്ങൾ ഹാങ് ഔട്ട് റോഡിനടുത്തേക്ക് വരണം. എന്ത്? ഇല്ല, ഇത് ഒട്ടും ശരിയില്ല. ഇങ്ങനെ പോയാ എന്റെ തൊപ്പി വരെ തെറിക്കുമല്ലോ. പറ്റില്ല. പിടിക്കേ.
ശിവ ശിവ എന്നെ രക്ഷിക്കൂ, വേഗം വാ. ഇവന്റെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ല് മേടിച്ചതാ. മങ്കിമേൻ ചെന്ന് എന്തെങ്കിലൊക്കെ വിദ്യകൾ കാണിക്കൂ. കുട്ടി, നീ താഴേക്ക് വാ. ഞാൻ നിന്നെ തറ പറയൊക്കെ പഠിപ്പിക്കാം. വേഗം വാ. ഇനി ഇവൻ അടികൊണ്ട് ചതയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. എന്നെ കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. രക്ഷിക്ക, എന്നെ ഇവിടുന്ന് രക്ഷിക്ക, രക്ഷിക്ക. പ്രിൻസിനെ അവര് എവിടേക്കാ കൊണ്ടുപോയതെന്ന് ആദ്യം പറ. സത്യം എന്താണെന്ന് എനിക്ക് എന്തായാലും അറിയില്ല. ഒരു കാര്യം മാത്രം അറിയാം, രാത്രി 7 മണിക്ക് ഹെലികോപ്റ്ററിൽ അവൻ എവിടെ കടത്തുന്നു. ഹെലികോപ്റ്റർ ഏത് വഴിക്കാ പോകുന്നേ? അതെനിക്കറിയാം, ഞാനത് പറയാം. ആദ്യം എന്നെ ഒന്ന് മുകളിൽ കേറ്റാൻ നോക്ക്. ശിവ, നിക്ക്, നിന്നെ. പ്രിൻസ് എവിടെയാ? അതെനിക്കറിയില്ല. എനിക്ക് ആകെ കിട്ടിയ വിവരം ഇന്ന് രാത്രി 7 മണിക്ക് പ്രിൻസിനെ ഹെലികോപ്റ്റർ മുഖേന കടത്തിക്കൊണ്ടു പോകുമെന്നാണ്. പക്ഷെ ഹെലികോപ്റ്റർ എവിടെ നിന്ന് പുറപ്പെടുമെന്ന് ആർക്കും അറിയില്ല. ശിവ, നീ അവന്റെ പുറകെ പൊക്കോ. അയാൾ ഒരുപാട് ദൂരെ പോയി കാണില്ല. ലഡ്ഡു സിംഗ് സർ, നിങ്ങൾ എല്ലാ വഴികളിലും തടസ്സം ഉണ്ടാക്കൂ. ഒരു വലിയ കറുത്ത കാറിലാണ് പ്രിൻസിനെ അവര് കൊണ്ടുപോയിരിക്കുന്നത്. ആ കാർ എവിടെ വെച്ച് കണ്ടാലും ഉടനെ എന്നെ വിവരം അറിയിക്കണം. ഓക്കെ സർ. അല്ലല്ല, ഐ മീൻ ശിവ. യെസ്, ഡൺ. ശിവ, അവരെ ഒരിക്കലും നഗരത്തിലേക്ക് കടക്കാൻ വഴിയില്ല. കാരണം പിടിക്കപ്പെടുമെന്ന് അറിയാം. അത് വെച്ച് നോക്കുമ്പോൾ നഗരത്തിലേക്ക് പുറത്തു പോവാൻ ആകെ ഒരു വഴിയുണ്ട്. അതാണ് നാഷണൽ ഹൈവേയുടെ അടുത്ത്. എന്തുകൊണ്ട് നമ്മൾ ആ വഴിയിൽ പോയി പരിശോധിച്ചൂടാ? വെരി ഗുഡ് ഡ്രൈവർ. ലഡു സിംഗ് സർ, നിങ്ങൾ വേഗം ഹൈവേയുടെ അവിടെ ആൾക്കാരെ നിർത്തിയിട്ട് പെട്ടെന്ന് ആ വഴിക്ക് വാ. ഞാൻ ചെന്ന് കാട്ടിലെ അവരെ കണ്ടുപിടിച്ചോളാം. എന്റെ നിഴല് വീഴുന്ന സ്ഥലത്ത് ഒരു ചെടി പോലും മുളയ്ക്കാറില്ല. പിന്നെ ജനങ്ങൾ എന്റെ പേര് കേട്ടാൽ രണ്ടാമതൊന്ന് തിരിഞ്ഞു പോലും നോക്കാനുള്ള ക്ഷമ കാണിക്കില്ല. വരൂ പ്രിൻസ്, വെൽക്കം. നിന്നെ വിടുവിക്കാനായിട്ട് റാണി സാഹബ നിധി ഒരുപാട് വാരിക്കോരി തരും. എനിക്കത് മതി. പ്രിൻസ് എന്നോട് ക്ഷമിക്കുക. എന്തായാലും നിങ്ങളുടെ സ്റ്റാൻഡേർഡിന്റെ മോളിൽ കൂടെ അല്ലെങ്കിലും ഉള്ളിന്ന് ഷുവറായിട്ടുമാണ്. പിന്നെ ആർക്കും സംശയം ഉണ്ടാവില്ല നിന്നെ ഗാർബേജ് ട്രക്കിലാ കൊണ്ടുപോകുന്നതെന്ന്. എന്റെ പ്ലാൻ വളരെ ഫുൾ പ്രൂഫാണ്. നിങ്ങളൊരു കാര്യം മറന്നെന്ന് തോന്നുന്നു. എന്താ? ശിവ. ശിവ 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 ആരോട് ചോദിച്ചാലും ശിവയെ പറ്റിയാണ് പറയുന്നത്. അവനെ പറ്റി ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് ഇപ്പൊ ഇവനെ കൊണ്ടുപോവാം. വിട്ടോ, നിർത്തണോ? നമസ്കാരം സാറേ. ഇവിടെ എന്തെങ്കിലും ചവറുണ്ടെങ്കിൽ ഞമ്മൾ എടുത്തോണ്ട് പോയിക്കോളാ. വേഗം വിട്ടോ, വണ്ടി വേഗം വിടാൻ. നാറിയിട്ട് വയ്യ.
രേവ, എനിക്കൊരു സംശയം. ഈ സമയത്ത് ഈ ചവറുവണ്ടി ഈ വഴിക്ക് വരേണ്ട ആവശ്യം എന്താ? നീ പറയുന്നത് ശരിയാണ് ആദി. ചവറ് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ഒരു വഴിയുണ്ട്. ഹലോ ശിവ, ഈ വഴിയിൽ കൂടി ഒരു ചവറ് വണ്ടി നിറച്ച ചവറായിട്ട് വരുന്നുണ്ട്. യെസ് യെസ്, യു ആർ റൈറ്റ്. ഞാൻ പോയി ആ ട്രക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ ആ ട്രക്കിന്റെ പുറകെ വരൂ. എന്റെ നിഴല് വീഴുന്നിടത്ത് ഒരു ചെടി പോലും മുളയ്ക്കാറില്ല. പിന്നെ ജനങ്ങൾ എന്റെ പേര് കേട്ടാൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാനുള്ള ക്ഷമ കാണിക്കാറില്ല. കൊള്ളാം, എന്റെ പ്ലാൻ സക്സസ്ഫുൾ ആയി. കുറച്ചു നേരത്തിനകം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. കുറച്ചു നേരോ? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോവാൻ ഒരുപാട് സമയാവും. ശിവ വരുന്നുണ്ടാവും. നീ പറയുന്ന നിന്റെ ശിവ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. മോനെ ദിനേശ്, ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ. ബോസ്, അവൻ വന്നു. നോക്ക്, ആ ശിവ വന്നു. ഹായ്. ഓ, അപ്പൊ നീയാണ് ആ കുട്ടി, എല്ലാരും തല്ലി തകർക്കുന്ന ആ കുട്ടി. നിങ്ങൾ എല്ലാവരും ഈ കുട്ടിയുടെ കയ്യിൽ നിന്നാണോ അടി വാങ്ങിയത്? എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഇപ്പൊ ശരിയാക്കി തരാം. ശിവ എന്നാണ് എന്റെ പേര്. ഇത് ശരിക്കും ഒരു ഡേഞ്ചർ കുട്ടിയാണല്ലോ. നിങ്ങൾ എല്ലാരും ഇവിടെ നിൽക്ക്. വേഗം പോവാൻ, വേഗം പോവാൻ. എന്തിനങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ ജയിലിൽ പോയി എല്ലാവർക്കും കഞ്ഞിണ്ടാക്കണം എന്നുള്ള പേടിയാ? ഗുണ്ടകൾക്ക് പേടി ആരെന്നറിയോ? എല്ലാവരുടെയും രക്ഷകനായ ശിവയെയാണ്. എന്താ ശരിയല്ലേ? നിങ്ങൾക്ക് ശിവയുടെ കയ്യിൽ കിട്ടിക്കോളും. ഞാൻ ജയിച്ചു, ഞാൻ ജയിച്ചു. ഇനി ശിവ കുട്ടിക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബോസ്, ദേ ആ കുട്ടി. ഇത് കുട്ടിയല്ല, ഇതൊരു ഭൂതമാണ്. ഹലോ അങ്കിൾ, മര്യാദക്ക് താഴെ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ തന്നെ പിടിച്ചത് കണ്ടില്ലേ? ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ വളരെ ദൂരത്ത്. ഈ 50 കിലോമീറ്ററിന്റെ കഥ തീർത്ത് എന്നെ ഇവിടുന്ന് കൊണ്ടുപോ. ശിവ, നിന്നോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. നീ നിന്റെ കൂട്ടുകാരും മൊത്തം ഞങ്ങളുടെ ഹിമാലയ കൊട്ടാരത്തിൽ തീർച്ചയായിട്ടും വരണം. എനിക്കും പ്രിൻസിന് സന്തോഷാകും. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മഹാറാണി. ശിവ എന്തായാലും വന്നിരിക്കും. അവനോടൊപ്പം ഈ ഞാനും വന്നിരിക്കും. അല്ല, നിങ്ങൾ എന്തിനാ വരുന്നത്? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരത്തിൽ കുറെ മോഷ്ടാക്കളൊക്കെ മോഷ്ടിക്കുന്നതല്ലേ? നിങ്ങൾ ചെന്ന് ആ മോഷ്ടാക്കളെയൊക്കെ പിടിക്കും.